കരലായി കണ്ണിലലിവുമായി വന്നുവോ അരികെ മഴനിലാത്തിങ്കളുയിരുപോൽ ചേർന്നുവോ അകമേ വാനവില്ലേ നീയേ മനമുകിൽ മേലെ താരകം പോൽ കൺമണികൾ. നല്ല രസമായിട്ടുണ്ട് പാട്ട്. ഭാരതി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, പഠിച്ചിട്ടില്ല. പക്ഷെ പാട്ട് മൂളാത്തവരായിട്ട് ആരുള്ളല്ലേ? എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കുന്ന കാലത്തും. പക്ഷെ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാനും പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ ടീച്ചർ, മ്യൂസിക് ടീച്ചർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പാട്ട് പഠിക്കാമല്ലോ. അപ്പോൾ സാരി ഗമ എന്ന് പഠിപ്പിച്ചു തന്നു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സാരി ഗരി ഗമ ഗമ ഗമ. അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പഠിക്കുകയാണ്. അങ്ങനെ ഞാൻ പാട്ടിനി പഠിക്കും എന്നുള്ളത്. പാത 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 കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ ലീവ് വേക്കൻസിക്ക് വന്ന ആ ടീച്ചർ പോയി. ചന്ദ്രിക എന്നാണ് ആ ടീച്ചറുടെ പേര്. ഇപ്പോഴും ഞാനത് ഓർക്കാണ്. കാരണം അത്രയും ആകാംക്ഷയിലാണ് ഞാൻ ആ പാട്ട് പഠിക്കാനായിട്ട്. അങ്ങനെയാണ്. പക്ഷെ അത് ശരിയായില്ല. അങ്ങനെയാണ് എൻ്റെ പാട്ട് പഠനം. പിന്നെ വേറെ എന്തെങ്കിലും കലകൾ അങ്ങനെ താല്പര്യം? എനിക്ക് കലകൾ വെച്ചാൽ പണ്ട് മുതൽ അന്നൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് അതിനോടൊന്നും ഇഷ്ടമുണ്ടെങ്കിൽ കൂടി എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. പിന്നെ തിരുവാതിരക്കളി, ഉടുക്കൊട്ടും പാട്ട്, പിന്നെന്താ ഡാൻസ് കളിക്കാൻ അറിയാം. ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടാണോ ഡാൻസാണോ ഉടുക്കോട്ടാണോ ഏതാ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ മൂന്നിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കൂടുതൽ ഇഷ്ടം ഉടുക്കോട്ടാണ്. അപ്പൊ നമുക്ക് ഒരു ഉടുക്കോട്ട് നമുക്ക് ഒരു എപ്പിസോഡ് പിന്നെ ചെയ്യാട്ടോ. ഇപ്പൊ ഇത് ഞാൻ MG U3 ഹാപ്പി വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 3 ഗ്രൂപ്പുണ്ട്. 1ാം നക്ഷത്രക്കൂട്ടം, 2ാം നക്ഷത്രക്കൂട്ടം, 3ാം നക്ഷത്രക്കൂട്ടം. അതിൽ 3ാം നക്ഷത്രക്കൂട്ടത്തിലൊരു അംഗമാണ് ഭാരതി. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇത് 55 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെ ഒരു എന്താ പറയുക, ഒരു മാനസികവും അതുപോലെ തന്നെ ഭൗതികം. യൂണിവേഴ്സിറ്റി ആയ കാരണം ഭൗതികം വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ബ്രെയിനാണല്ലോ നമ്മളെല്ലാവരും നിയന്ത്രിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പിന്നീട്. അപ്പോൾ ഭാരതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഭാരതി ഒന്ന് സ്വയം പരിചയപ്പെടുത്തു. പേര് ഭാരതി എന്നാണ് ടീച്ചർ പറഞ്ഞു. ഞാൻ സാധാരണ ഒരു വീട്ടമ്മ. പിന്നെന്താ വെച്ചാൽ കുറേ എന്താ പറയുക, ഭർത്താവും 2 മക്കളുണ്ട്. ഒരാണും ഒരു പെണ്ണും. മകളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ. മകനിപ്പോൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ സന്തോഷാണ് അല്ലെ? സംതൃപ്തിയുള്ളൊരു ജീവിതം അല്ലെ? അപ്പൊ ഈ കടന്നു പോകുന്ന വഴികളെ കുറിച്ച് ഒന്ന് എന്ത് തോന്നുന്നു ഇപ്പൊ? ആ വഴികളെ കുറിച്ചൊക്കെ അതെന്റെ ഒരു കർത്തവ്യമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പൊ. അത് ഞാൻ ചെയ്യണമെന്ന് മോളിന ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ ഭംഗിയോടെ നിർവഹിച്ചു മാത്രം. അങ്ങനെയുള്ള ഒരു സംതൃപ്തി തീർച്ചയായിട്ടും. പിന്നെന്താ പറയാ, ആ കടമ്പകൾ കടക്കുമ്പോ ഞാൻ വിചാരിച്ചില്ല ഞാൻ ഇന്ന് ഇവിടെ എത്തുന്നു. ആ കടമ്പകളെ കുറിച്ചൊന്ന് പറയാമോ? കടമ്പകൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലിപ്പോൾ ഞാൻ 10 വയസ്സ് തൊട്ട് അന്നേ ഭയങ്കര ദുരിതമായിരുന്നു. കാരണം അച്ഛനില്ലാതെ വളർന്ന കുട്ടി. കടന്നുപോയ ആ വഴികളുണ്ടല്ലോ, അത് വളരെ സന്തോഷപ്രദമായിരുന്നോ അതോ അത് കഠിനമായിരുന്നോ? ആ അനുഭവിക്കുമ്പോൾ ആ അനുഭവം ഒന്ന് പറയാമോ? അന്നെന്ന് പറയുമ്പോൾ അത് കഠിനം തന്നെയായിരുന്നു. ഇന്നോർക്കുമ്പോൾ എനിക്കതൊരു എന്താ പറയുക, സന്തോഷവും അങ്ങനെ എന്താ എൻ്റെ ഒരു ഞാൻ വലിയൊരു കാര്യം ചെയ്ത പോലെ എനിക്കതൊരു സന്തോഷമായിട്ട് തന്നെ. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര കഠിനം തന്നെ. കഠിനം എന്ന് പറഞ്ഞാൽ അതികഠിനമായിരുന്നു. എന്താണെന്നൊന്ന് പറയൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് ദുരിതമനുഭവിച്ചൊരു ആളാണ്. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ്. 10 വയസ്സ് തൊട്ട് അമ്മയെ സഹായിക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ അമ്മയുടെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് പോയി അമ്മയെ സഹായിക്കും. പഠിച്ചിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിവാഹം കഴിച്ചയച്ചു. വിവാഹം കഴിഞ്ഞു. അപ്പോൾ ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ വലിയ ഇതായി. പക്ഷെ കുട്ടികളുണ്ടായി, ചെറിയ കുട്ടികളായി അന്ന് തൊട്ട് ഞാൻ ഭയങ്കരം എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ട് ദുരിതം അനുഭവിച്ചു. അവരെ വളർത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ഓരോ ഇതിലേക്ക് ഞാൻ
അത് അങ്ങനെ എനിക്കൊരു മനസ്സിൽ എൻ്റെ പോലെ എൻ്റെ മക്കളാവരുത്, എനിക്ക് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളൊരു ഇത്. ഭാരതി എത്ര വരെയാണ് പഠിച്ചത്? 10 വരെ. 10 വരെ പഠിച്ചത്. അത് അന്ന് അത്ര വരെ പോരാ. മക്കൾക്ക് കുറച്ചും കൂടി നല്ല വിദ്യാഭ്യാസം, എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം എന്തായാലും. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഞാൻ ഒരു 4 വീട്ടിൽ ജോലിക്ക് ഇറങ്ങി. അത് ആ ജോലിക്ക് ഇറങ്ങിയ സമയത്തൊക്കെ എന്നോട് ചോദിച്ചു, വീട്ടുപണിക്ക് വേണ്ടി വല്ല കടകളിലൊക്കെ പോയി നിന്നോട് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കടകളിൽ പോയി എൻ്റെ മക്കൾക്ക് ഭക്ഷണം ആരാ കൊടുക്കുക? അവിടെ രാവിലെ പോയി വൈകിട്ട് 7 മണി വരെയാണ്. ഇതാവുമ്പോൾ എനിക്ക് തരുന്ന ഭക്ഷണം എൻ്റെ മക്കൾക്ക് എത്രയുണ്ടായിരുന്നു പ്രായം? അവർക്ക് ഒരാള് 5ലും ഒരാള് 3ലും 4ലാണ്. അങ്ങനെ. അപ്പം ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്നെ കാത്തിരിക്കും, എൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയിട്ട്. ആ ഒരു അനുഭവം എനിക്ക് എൻ്റെ മനസ്സിന് പോയിട്ട് എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അന്ന് എനിക്ക് എൻ്റെ മക്കളെ ശരിക്കും നോക്കാൻ പറ്റുമോ അങ്ങനെ. പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിൽ നിന്ന് ആര് പറയും, നീയാണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കാൻ എല്ലാവരുടെ പോലെ കൊടുക്കാൻ പറ്റിയെങ്കിലും നിന്നെ കൊണ്ടാവുന്ന രീതിയിൽ നീ കൊടുത്തുല്ലോ എന്നുള്ള അങ്ങനൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാട് കണ്ട് എൻ്റെ മക്കൾ വളർന്നു. അവരുടെ കടമ അവർ ചെയ്തു. ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, മക്കള് പഠിച്ചില്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മക്കള് മണ്ണെണ്ണ വിളക്കത്തിരുന്ന് 11 കൊല്ലം മണ്ണെണ്ണ വിളക്കത്തിരുന്ന് പഠിച്ചു. ഏറ്റവും ഫസ്റ്റോട് കൂടി പാസ്സായി. പിന്നെ മകന് ഈ മണ്ണെണ്ണ വിളക്കത്ത് പഠിച്ചിരുന്ന സമയത്ത് അന്ന് തൊട്ടേ കണ്ണാട വെച്ച് കിട്ടി. അപ്പോൾ കണ്ണിന് ഭയങ്കര ദൂരത്ത് ഡോക്ടർ പറഞ്ഞ മണ്ണെണ്ണ വിളക്കത്ത് പഠിക്കാൻ പാടില്ല എന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേക്ക് ആ പോസ്റ്റിൻ്റെ വെളിച്ചത്താണ് എൻ്റെ ഞാനും മക്കളും അവിടെ പോയിരിക്കും. അവിടെ ഇരുന്ന് കുട്ടികൾ പഠിച്ച് അതാ കാലഘട്ടം. സിനിമാ കഥകളുടെ വെല്ലുന്നൊരു ജീവിതമായിരുന്നു. അങ്ങനെയാണ്. എന്നിട്ട് അവര് എന്താണ് ഇപ്പൊ പഠിക്കുന്നത്? മോനും ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എംടെക് പഠിച്ചു. ഇപ്പൊ മോൾക്ക് ജോലിയുണ്ട്, വാട്ടർ അതോറിറ്റി ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി. PSC എഴുതിയിട്ട് മോൻ ഇപ്പോ ഇവിടെ എന്താ പറയാ കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്നു. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് നമുക്ക് ഈ ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം അങ്ങനെ മോന്റെ കാര്യം ഒന്നുകൂടി പറഞ്ഞു. മോൻ എംടെക് പഠിച്ചോ? അവൻ ബിടെക് കഴിഞ്ഞ് അവനൊരു ടെസ്റ്റ് എഴുതിയപ്പോൾ ISR ജോലി കിട്ടിയതാണ്. പക്ഷെ അവന് ടീച്ചിങ് ആണ് താല്പര്യം. അപ്പം അതുകൊണ്ട് സ്വന്തം എപ്പോഴും അവന് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹമുള്ള കുട്ടിയാണ്. താല്പര്യം ടീച്ചിങ് ആണെങ്കിൽ കൂടി അവൻ പറയണത്, അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ അവൻ പറയും, അമ്മേ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ പോവും. അത് സത്യമാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓരോ കുട്ടികളും വന്നിട്ട് വിഷ്ണു സാറിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കും കൂടി ഭയങ്കര അഭിമാനം. ആ കുട്ടീനെ സ്വാധീനിച്ച ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ക്ലാസ് എടുക്കാൻ നല്ല 2 പേര് മോള് ലെക്ചറായിരുന്നു. ഫസ്റ്റ് ബിടെക് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടി. അവിടെ 2 കൊല്ലത്തോളം പഠിപ്പിച്ചു. പ്രഗ്നന്റ് ആയിപ്പോൾ നിർത്തിയതാണ്. പിന്നെ ചാലക്കുടി മറ്റേ എന്താ പറയാ നിർമ്മല കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം PhD എടുത്തു. PhD എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഇവിടെ കിട്ടി. ഇത് ഇപ്പൊ വാട്ടർ അതോറിറ്റിയിൽ കിട്ടി. രണ്ടാൾക്കും പഠിപ്പിക്കുന്ന ഒരു ഇതാണ്. രണ്ടാൾക്കും പഠിപ്പിക്കാൻ. അപ്പൊ മോൾക്ക് ഇപ്പൊ ഈ ജോലിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നിർബന്ധിച്ചിട്ടാണ്. മകൻ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മകൻ ഇപ്പൊ ഒരു കോച്ചിങ് സെന്ററിൽ പഠിപ്പിക്കുന്നു. അതായത് ടീച്ചിങ് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മുടെ സൈലം ഒക്കെ പോലെ ഒരു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ടീച്ചർ ആവണം എന്നുള്ളത് ആ ലൈനിൽ കൂടി തന്നെ പോകും. അപ്പോ മകളുടെ കല്യാണം കഴിഞ്ഞോ? മകളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി. മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതാണ് ഒരു വലിയൊരു ഇപ്പോഴത്തെ കാലത്ത് അതൊരു അവർ തന്നെ അവരെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണല്ലോ വളർത്തിയെടുത്തത്. അപ്പൊ അവരതിന്റെ സമയമാകുമ്പോ അവര് പറയും. അപ്പൊ നമുക്ക് വിവാഹം ഇപ്പോഴും വിവാഹം കഴിച്ചു കൊടുക്കുന്ന 30 വയസ്സ് കഴിഞ്ഞു. ആയിക്കോട്ടെ. അവര് ഒരു ബിസിനസ് ആണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ആ ബിസിനസ്സിലൊന്ന് കാലുറപ്പിച്ചിട്ട് അത് തന്നെയാണ് പറയുന്നത്, ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്താ വെച്ചാൽ അവനൊരു നിലപാട് വേണം. കാരണം
നമ്മള് വിവാഹം കഴിക്കാൻ വേഗരിക്കും, പിന്നീട് വരണ ആ ഒരു ഇത് അത് പാടില്ല. ജീവിതത്തിൽ അതായത് അമ്മ അനുഭവിച്ച കുറെ കാര്യങ്ങള് മക്കൾക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരത് ആ ഒരു അങ്ങനെ വരരുത് ജീവിതം വിചാരിച്ചിട്ട് അങ്ങനെ നല്ല പ്രിക്കോഷൻ എടുത്തിട്ടാണല്ലോ. തീർച്ചയായിട്ടും. കഴിച്ചോളൂ എന്നിട്ട് മക്കള് ഇപ്പൊ എന്തെല്ലാം കളി ഇപ്പൊ എന്താ ചെയ്യുന്നത് ഭാരതി? ഇപ്പൊ എനിക്ക് ഇപ്പൊ ജോലിക്ക് മക്കള് മോളെ ജോലിക്ക് പോയില്ല, എപ്പോഴും നിർത്തിയത്? ജോലിക്ക് പോവുക ഇത് 10-12 കൊല്ലം മോൾക്ക് ജോലി കിട്ടിയപ്പോ പിന്നെ എന്നെ പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ വയ്യാതൊക്കെ ആയിട്ട് പിന്നെ മോള് പറഞ്ഞു പോകണ്ട, പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല, മോൾക്ക് നേരത്തെ ജോലിക്ക് പോകണ്ട. അപ്പൊ അങ്ങനെ ജോലി അങ്ങനെ അവസാനിപ്പിച്ചു. ജോലി എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ അവര് വലുതായി അവര് ജോലിക്ക് പോകണല്ലോ, അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള സമയം എങ്ങനെയാ വെച്ചെങ്കിൽ തിരുവാതിരക്കളി, ഉടുക്കൊട്ടും പാട്ട്, പിന്നെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പിലും SLC ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, പിന്നെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ ആ ഗ്രൂപ്പുകളിൽ കൂടി അവരായിട്ട് അവരുടെ ഏജിലുള്ള ആൾക്കാരായിട്ട് മനസ്സിന് ഭയങ്കര സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ MG യൂത്തിനെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാല്, നമ്മള് പാടാൻ വന്ന പാട്ട് ഇനിയും പാടിയിട്ടില്ല. അത് ആര് പറഞ്ഞാന്നറിയോ? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാ. ഞാൻ എൻ്റെ തമ്പുരുവിൻ്റെ കമ്പികള് മുറുക്കിയും അയച്ചും ഇരിക്കുകയാണ്. അതായത് ഇനിയും നല്ലൊരു പാട്ടിന് വേണ്ടി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടാൻ വന്ന പാട്ട് ഇനിയും പാടിയിട്ടില്ല. ആ പുതിയൊരു പാട്ട് ഇനിയും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോർ. വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് പുസ്തക വായന വളരെ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി നമുക്ക് പഠിക്കാം. അതായത് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാം. തീർച്ചയായിട്ടും പഠിക്കാം. എനിക്ക് ഇഷ്ടമാണ്. അതായത് വൈസ് ചാൻസലർ പറയായിരുന്നു, ഏറ്റവും പ്രായമുള്ള ഇപ്പോൾ പുൽപ്പറ്റ പഞ്ചായത്തിന്റെ ഉദ്ഘാടനത്തിന് വൈസ് ചാൻസലർ വന്നിരുന്നു. അവിടെ 42 യൂണിറ്റ് ഉണ്ടാക്കി. അവിടെ ഒരു പുൽപ്പറ്റ പഞ്ചായത്ത് മൊത്തം യൂത്രിയ ഗ്രാമമായി മാറി. അപ്പൊ അതിൽ വെച്ചിട്ട് വൈസ് ചാൻസലർ പറയാണ്, ഞങ്ങളുടെ ഏറ്റവും വയസ്സായിട്ടുള്ള വിദ്യാർത്ഥിയുടെ പ്രായം 84 വയസ്സാണ്. അപ്പൊ അതുപോലെയുള്ള ഡിപ്ലോമ കോഴ്സുകൾ അങ്ങനെയുള്ളതൊക്കെ അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ആളുകളുടെ നിർബന്ധം അനുസരിച്ചിട്ടാണ് ഈ ഏജ് ബാർ കുറെ കാര്യത്തിൽ എടുത്തു കളഞ്ഞത്. അവർക്ക് ഇനിയും പഠിക്കണം, അതായത് ഇനിയും പ്രായം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഭാരതിക്ക് ഇനിയും എന്താ പറയാ, വലിയ വലിയ അവസരങ്ങൾ വരട്ടെ. ഞാൻ എന്തിനും ധൈര്യപൂർവ്വം അങ്ങനെ ഒരു പതറി നിൽക്കില്ല. ഓക്കെ, അത് ആ ധൈര്യമാണ് വേണ്ട. ആ ധൈര്യമാണ് നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനും എനിക്ക് താല്പര്യമാണ്, എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ. അത് മക്കളും അങ്ങനെ തന്നെയാണ്. വീട്ടു ജോലികൾക്കൊക്കെ പോയപ്പോ വളരെയധികം ദുരനുഭവം അതുണ്ടായിട്ടുണ്ട്. 2-3 വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് ദുരിതമനുഭവിച്ചിട്ടുണ്ട്. അതവിടെ 2 അമ്മൂമ്മമാരുണ്ടായിരുന്നു. അവരെ നോക്കാൻ ഇങ്ങനെ നിന്നപ്പോൾ ആ അമ്മൂമ്മ, ഞാൻ ചെന്ന അവസരത്തിൽ ആ അമ്മൂമ്മയുടെ തലയിലൊക്കെ നിറച്ച് പേനായിരുന്നു. സഹിക്കില്ല, ഇങ്ങനെ മാന്തുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ അമ്മൂമ്മയെ കസാരയിൽ കൊണ്ടിരുത്തിയിട്ട് ആ മുടി. ഭാരതിക്ക് ഇവിടെ ഇപ്പോൾ ഹാപ്പി വില്ലേജിൽ 3-ാം നക്ഷത്രക്കൂട്ടത്തിൽ ചേർന്നില്ലേ, എന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാം? വളരെ നല്ല അഭിപ്രായം. കാരണം ആ ഗ്രൂപ്പിൽ ഇപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനൊരു അവസരം എന്തുകൊണ്ടാണ് വന്നത്, ഈ ഗ്രൂപ്പിൽ വന്നതുകൊണ്ടല്ല. അപ്പോൾ അതിലെന്നെ ചേർത്തിയത് ശോഭേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. പക്ഷെ ആ ശോഭേച്ചി ചേർത്തി നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു. ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമായി. ഹാപ്പി വില്ലേജിൽ വന്നപ്പോൾ ഹാപ്പി. ഈ സന്തോഷം ആരാ നമുക്ക് ഉണ്ടാക്കി തരുന്നത്? സത്യത്തില് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. അതെ, ആ ബോധ്യം നമുക്ക് ഓരോ കാര്യത്തിലും നമ്മളിൽ എന്തില്ല എന്ന് നോക്കാതെ എന്തുണ്ട് എന്നാ നമുക്ക് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അത് സത്യം. ഇങ്ങനെയുള്ളതിൽ ഈ ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങളും അത് വായിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ ഇത്തിരി നേരത്തെ അറിയാൻ നല്ലതല്ലേ, അങ്ങനെയൊക്കെ ചിന്തകൾ വന്നു. അപ്പൊ ഇനി നമ്മൾ ഒരുമിച്ച് തുടങ്ങല്ലേ, മുന്നോട്ട് തുടങ്ങല്ലേ? ഓക്കെ. അപ്പൊ എനിക്കും ഒരു കൂട്ടുകാരിനെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഓക്കെ.